കണ്ണൂരിൽ വൻ പരാതി പ്രവാഹമാണ് കണ്ടത്. എന്താണ് അവിടെ തട്ടിപ്പിന് ഇരയായവർക്ക് പറയാനുള്ളത് എന്ന് ഫെലിക്സ് പുള്ളിക്കൽ വിവരിക്കും. കണ്ണൂരിൽ നിരവധി പേരാണ് ഈ സീഡ് സൊസൈറ്റിയുടെ തട്ടിപ്പിനിരയായത്. അവരിപ്പോൾ പറയുന്നത് വളപട്ടണം പോലീസ് അവർക്കെതിരെ അവർ നൽകുന്ന പരാതിയിൽ കേസെടുക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നതാണ്. അങ്ങനെ ഈ തട്ടിപ്പിനിരയായവർ ഇപ്പോൾ കണ്ണൂർ SP ഓഫീസിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. SP കാണാനാണ് എത്തിയിട്ടുള്ളത്. എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു പരാതി? ഞങ്ങളെന്ന് വെച്ചാൽ വളപട്ടണം പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. പക്ഷേ 2 ദിവസമായിട്ട് ഒരു തീരുമാനവും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ SP ഓഫീസിൽ വന്നിട്ടുള്ളത്. ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ അവരെ സീഡ് സൊസൈറ്റിന്റെ അക്കൗണ്ടിൽ ഒരു 12 ലക്ഷം രൂപയുണ്ട്. അപ്പൊ ഈ 12 ലക്ഷം രൂപ 400-ലധികം ആൾക്കാരുണ്ട് കണ്ണൂർ ബ്ലോക്കിൽ തന്നെ. അപ്പൊ അവർക്ക് വീതിച്ചു തരാം, അതായത് ഒരു അനുപാതത്തിൽ വീതിച്ചു തരാം. അപ്പൊ ഈ കൂട്ടത്തിൽ 10,000 അടച്ചവരുണ്ട്, 60 അടച്ചവരുണ്ട്. അപ്പൊ 10,000 അടച്ചവർക്ക് ചിലപ്പോൾ ഒരു 100 രൂപയൊക്കെ കിട്ടി. അപ്പൊ അത് വെക്കുക നിങ്ങൾ. അതിന് ശേഷം പിന്നെ വേണമെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കാം, അങ്ങനെയാണ് പറയുന്നത്. ശനിയാഴ്ച വൈകുന്നേരം അവർ പറഞ്ഞു ഞായറാഴ്ച ഒരു ദിവസം അവർക്ക് സമയം കൊടുക്കുക, ചിന്തിക്കാൻ വേണ്ടി സമയം കൊടുക്കുക, എന്തെങ്കിലും തീരുമാനമാവുമോ. എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ വന്നോന്നാ പറഞ്ഞു. അപ്പൊ തിങ്കളാഴ്ച രാവിലെ നമ്മൾ ഇതേപോലെ വന്നു. പക്ഷെ അവര് വന്നതും അത്രയോ ലേറ്റ് ആയിട്ട് 3 മണിക്ക് നമ്മളോട് 10:30 എത്താൻ പറഞ്ഞത്. 10:30 ആകുമ്പോൾ എല്ലാവരോടും അവിടെ എത്താൻ പറഞ്ഞു. പക്ഷെ അവര് വന്നത് 3 മണി. അത് ഈ മോനേട്ടൻ എന്ന് പറയുന്ന കോർഡിനേറ്ററും ഒരു 2 പ്രൊമോട്ടറും അല്ലേ, പുഷ്പജൻ എന്ന് പറയുന്ന അവരവിടെ എത്തിയത് 3 മണിക്ക് ശേഷം. നമ്മൾ ഫുഡ് കഴിക്കാതെ അവരെ വെയിറ്റ് ചെയ്തു. അതെ, 2 മണിക്ക് ശേഷം അവരെത്തിയത്. കുറെ ആൾക്കാർ ഫുഡ് കഴിക്കാതെ അവിടെ കാത്തു നിന്നു. ഇനിയും പ്രൊമോട്ടർമാരുണ്ട്. അപ്പൊ ഇതിൽ പലരും നാടുവിട്ടു, ബാംഗ്ലൂരേക്ക് പോയി. അങ്ങനെ അറിയുന്നവരന്നെ, വീടിനടുത്തുള്ളവര്, അങ്ങനെയൊക്കെ തന്നെ. അവരാണോ നിങ്ങളോട് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് ഇതിൽ ചേരണം എന്നൊക്കെ പറയുന്നത്? പഞ്ചായത്ത് ഗ്രൂപ്പിൽ മെസ്സേജ് വന്ന അനുസരിച്ചിട്ടാണ് കുറെ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുള്ളത്. അഴീക്കോട് പഞ്ചായത്തിലൊക്കെ മെസ്സേജ് വന്നത് അനുസരിച്ചിട്ടാണ് നമ്മളൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളത്. എന്റേത് 85,750 ആണ് പോയിട്ടുള്ളത് ടോട്ടൽ എമൗണ്ട്. അതായത് ഞാൻ സ്കൂട്ടറിനും ഹോം അപ്ലയൻസസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവരോട് പറയുമ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ വിടിയേ, നിങ്ങൾ പൈസ പോയി, പോലീസ് പൈസ പിടിച്ചു വാങ്ങി തരണം എന്നാണോ ചോദിക്കുന്നതെന്നാ ഇവര് ചോദിക്കുന്നത്. എല്ലാവരും ദിവസവും നമ്മളോട് മോശമായിട്ട് തന്നെ സംസാരിച്ചു. അവരുടെ വികാരത്തുനിന്ന് ഒരു നീതിയും കിട്ടുന്ന നമുക്ക് ഉറപ്പുള്ള കാര്യം, നീതി കിട്ടൂല. ഈ പ്രൊമോട്ടർമാരെ നമ്മൾ വിളിച്ചിട്ട് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യും നമ്മൾ എന്ന് ചോദിക്കുമ്പോൾ പ്രൊമോട്ടർ നമ്മളോട് ചൂടാകുകയെന്ന്. ഇപ്പം ചോദിക്കുന്നത് വെച്ചാൽ എൻ്റെ പ്രൊമോട്ടർ റീനയാണ്. അപ്പൊ റീന എന്നോട് ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അക്കൗണ്ടിലാണോ നിങ്ങൾ പൈസ ഇട്ടത്, ഞാൻ നിങ്ങളോട് വണ്ടി വാങ്ങുമെന്ന് പറഞ്ഞാണോ നിങ്ങൾ വണ്ടി വാങ്ങിയത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാ ചോദിക്കുന്നത്. ഇവര് നമ്മളോട് പറഞ്ഞിട്ടില്ലേ നമ്മളിത് അറിയുന്നില്ല. നിങ്ങൾ ഇതിന്റെ പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ. ഈ ആരൊക്കെയാണ് ആ പരിപാടിയിൽ വലിയ നേതാക്കളൊക്കെ? സുമേഷ് MLA ആണ് ഉദ്ഘാടനത്തിന്റെ അന്നുണ്ടായത്. മാത്രല്ല ഇവര് നമ്മള് വിഡികളായി എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും നോക്കാതെയാണ് ഇവരിങ്ങനെയുള്ള NGO എന്ന് പറയുന്ന ആൾക്കാരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനും കാര്യങ്ങൾക്ക് പോയിട്ടുള്ളത്. വലിയ രീതിയിലാണ് ആളുകൾ ഇവിടെ എത്തി പരാതി പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ വിശ്വസിച്ചു പോകാൻ കാരണം വലിയ പോലീസ് ഉദ്യോഗസ്ഥർ, വലിയ രാഷ്ട്രീയക്കാരൊക്കെ ഇതിന്റെ പരിപാടിയിൽ പങ്കെടുത്തു. അതുകൊണ്ട് ഇതൊരു പക്ഷേ അവരുടെ കൂടി പിന്തുണയോടുകൂടിയാണെന്ന് ഇവർ വിശ്വസിച്ചു. അങ്ങനെയാണ് വലിയ തട്ടിപ്പ് നടന്നത് എന്നതാണ്. ഏതായാലും വളപട്ടണം പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ തയ്യാറാവുന്നില്ലെന്ന പരാതി കൂടി അവർ ഉന്നയിക്കുന്നു. അങ്ങനെയാണ് കണ്ണൂർ SP ഓഫീസിന് മുമ്പിൽ ഇത്രയധികം തട്ടിപ്പിനിരയായവർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്.